അടുത്തൊരു വാർത്ത വായിക്കണം കേട്ടോ. അടുത്ത വാർത്ത എന്താ അറിയോ? അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും ഒറ്റയാനെത്തിയ വാർത്ത. ഒറ്റയാനെന്താ അറിയോ? ഒരു ആനയാണ്, ഒറ്റയ്ക്ക് ഒന്നാ പറഞ്ഞത്. സമീപത്തെ ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും ആന നശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആനയെ പേടിയുണ്ടോ? സൂരജ് എന്ന് വേറെ അങ്കിളുണ്ടോ? ചോദിക്കാം സൂരജിനോട്. അപ്പോൾ സൂരജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഈ ആന എപ്പോൾ ഇറങ്ങി, എപ്പോൾ തുരത്തി, ആൾക്കാർക്ക് പേടിയുണ്ടോ? എവന് പേടിയില്ലെന്നാ പറയുന്നത്. പേടിയുണ്ടോ? ഒട്ടും പേടിയില്ല. സൂരജ്. ഹാഷ്മി, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ ഒറ്റയാനായ ഗണപതി അന്ന് എത്തിയതാണ്. ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഈ ഒറ്റയാന്റെ പേര്. അവിടെ എത്തി അന്ന് ഈ പോലീസ് സ്റ്റേഷനിലെ തെങ്ങിൽ നിന്ന് കരിക്കൊക്കെ ഇട്ട് കുടിച്ചാണ് ആന മടങ്ങിയത്. ഇന്നും വീണ്ടും ഏഴാറ്റുമുഖം ഗണപതി ഈ പോലീസ് സ്റ്റേഷന് സമീപം എത്തുകയായിരുന്നു. പുലർച്ചെ തന്നെ ആന ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആനയെ വനംവകുപ്പ് അധികൃതർ ഒന്നും തന്നെ തുരത്തിയിരുന്നില്ല. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ട്രൈബൽ ഹോസ്റ്റലുണ്ട്. ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങും തെങ്ങുകളും അടക്കം ഈ കാട്ടാന നശിപ്പിച്ചു. പിന്നീട് 7:15 നമ്മളിപ്പോൾ ദൃശ്യം കാണുന്നത് 7:15 ആനയെ അവിടെ നിന്ന് തുരത്തുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7:15 വരെ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിരപ്പള്ളി പോലീസ് എത്തിയാണ് ഈ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ഈ ഒറ്റയാനായ ഏഴാറ്റുമുഖം ഗണപതിയെ തുരത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെറ്റിലപ്പാറ 14, വെറ്റിലപ്പാറ 13 തുടങ്ങി ജനവാസ മേഖലയിലെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിരപ്പള്ളി ജനത. അതിനിടയിലാണ് തുടർച്ചയായി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒറ്റയാനായ ഏഴാറ്റുമുഖം ഗണപതി എത്തുന്നത്. ആഷ്മി. ഓക്കെ, അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താ അത്ര അപരിചിതനായ ആനയല്ല. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ എന്താണ് കുസൃതി എന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്കാരെ പേടിപ്പിച്ച് മടങ്ങിപ്പോകുന്ന, എന്താണ് കൃഷിയൊക്കെ നശിപ്പിച്ച് പോകുന്ന ഒരു ആനയാണ്.